വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായിട്ടാണോ നിങ്ങളൊരു വീട് അന്വേഷിക്കുന്നത്? എങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായി സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 3 BHK 1860 സ്ക്വയർ ഫീറ്റിൽ 3 സെന്റ് 900 മീറ്റർ സ്ഥലത്തെ ഈ വീട് നമുക്കിന്ന് പരിചയപ്പെടാം. കോമ്പിനേഷൻ എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3.2 മീറ്ററാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. ഇത് റോഡിൻ്റെ ഡെഡ് എൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പേസ് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്ത് ലൈറ്റുകളൊക്കെ കൊടുത്ത ഒരു കോമ്പൗണ്ട് വാളാണ് ഇവിടെയുള്ളത്. 5 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വിരിച്ചിരിക്കുന്നത്. 10.5 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ടാപ്പ് പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് സൈഡിലാണുള്ളത്. 6 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഒരു വെജിറ്റബിൾ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഇവിടെയായി നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 7.5 അടി നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഒരു 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ട് ചെയ്തിരിക്കുന്ന മെയിൻ ഡോറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കട്ടള ആഞ്ഞിലിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു പാനലിംഗ് വർക്ക് കാണാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 12.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ലിവിങ് സ്പേസിൽ ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ 2 ഭാഗത്തായിട്ട് ഡക്ക സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് പ്ലാന്റ്സ് വെക്കാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. വളരെ വിശാലമായൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 13.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ടാണ് ഇൻവെർട്ടറിനുള്ള പോയിന്റ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഒരു 12 സീറ്റ് ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഇവിടെയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരു ക്രോക്കറി യൂണിറ്റും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 12 അടി നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു കിച്ചൻ്റെ
സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നോർത്തിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസസും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. 17 അടി നീളവും 6 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് ഡോറൊക്കെ നൽകി വളരെ വലിയൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ബെഡ്റൂമിൽ ഗ്ലോസി ടൈൽസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സും ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരാം. 17 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് വരുന്നത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു സ്റ്റഡി ടേബിൾ കാണാം. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റ് കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകൾ നൽകിയ ഈ ഒരു ബാത്റൂമിനും ഹീറ്ററിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ വീടിന് വീഗാർഡിൻ്റെ വയേഴ്സും GM-ൻ്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് ഈ ഒരു കോർണറിലായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകൾ നൽകിയിരിക്കുന്ന ഈ ഒരു ബാത്റൂമിൽ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് ഈ ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 12 അടി നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ക്ലോസ് ചെയ്തെടുത്താൽ നമുക്കിതൊരു ഗസ്റ്റ് റൂമായി യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 6 അടിയിലേറെ നീളവും 3.5 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്കുള്ളത്. SS-ഉം ഗ്ലാസും ഉപയോഗിച്ചാണ് ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. ബസ് റൂട്ടിലേക്ക് 300 മീറ്റർ, കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് 700 മീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 1.2 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 1.2 കിലോമീറ്റർ, കാക്കനാടേക്ക് 5.7 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 5.9 കിലോമീറ്റർ, കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 6.2 കിലോമീറ്റർ, കലൂരേക്ക് 11 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 23 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെന്റ് 900 റിങ്സ് സ്ഥലത്ത് 1860 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസുമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 84 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും
സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.